സമാധാന ശ്രമങ്ങൾക്കായി യുവജനങ്ങൾ മുന്നിട്ടിറങ്ങിയതോടെ മണിപ്പൂർ ശാന്തതയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 16 മാസമായി സംഘർഷഭരിതമായ മണിപ്പൂരിൽ യുദ്ധം ചെയ്യുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് പ്രദേശത്തു നിന്നുള്ള സഭാ നേതാവ് പറഞ്ഞു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് നാഗാലാൻഡ് ആസ്ഥാനമായ നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് റിസർച്ചിൻ്റെ സ്ഥാപകനും പ്രിൻസിപ്പലുമായ ഫാദർ CP ആൻഡോ പറഞ്ഞു. 8 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ മേഖലയിലെ യുവാക്കളുടെ സമാധാന ശ്രമങ്ങൾക്ക് കത്തോലിക്ക സഭ ഉൾപ്പെടെ വിവിധ സഭാ വിഭാഗങ്ങളുടെ പരിപൂർണ പിന്തുണയുണ്ട്. മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ ക്രിസ്ത്യാനികളുടെയും ഹിന്ദു മെയ്തൈകളുടെയും ഇടയിൽ നിന്നുള്ള യുവജനങ്ങളാണ് സമാധാന ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ഇതിനോടകം പരസ്പര സംഭാഷണങ്ങൾ നടന്നതായും ഇവരോടൊപ്പം പ്രവർത്തിക്കുന്ന സഭാ നേതാവ് പറഞ്ഞു. 2023 മെയ് 3 മുതൽ ആരംഭിച്ച കലാപത്തിൽ 226 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. 39 പേരെ ഇപ്പോഴും കാണാനില്ല. സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ആക്രമണത്തിൽ 11,133 വീടുകൾ നശിച്ചു. ഇതിൽ കൂടുതലും ക്രിസ്ത്യാനികളുടെ വീടുകളാണ്. 60,000 ആളുകൾ ഇപ്പോഴും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. സംസ്ഥാനത്തെ 3.2 ദശലക്ഷം ജനങ്ങളിൽ 53% വരുന്ന മെയ്തൈകളാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. 41% വരുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് ഇവിടെ കാര്യമായ റോൾ ഒന്നുമില്ല. തലസ്ഥാനമായ ഇംഫാൽ ആസ്ഥാനമായുള്ള ഒരു രൂപത മാത്രമാണ് കത്തോലിക്ക സഭയ്ക്ക് മണിപ്പൂരിലുള്ളത്. അതേസമയം കുടിയൊഴിപ്പിക്കപ്പെട്ട സ്വദേശികളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് ശാശ്വത സമാധാനം കൈവരിക്കാനാകൂ എന്നും ഫാദർ ആൻഡോ പറഞ്ഞു.